സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി എൻ്റെ കേരളം 2025 പ്രദർശന വിപണന മേളയ്ക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടെ ചെറുതോണിയിൽ തുടക്കമായി. ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരണാംകുന്നേൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചത്. ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന സന്ദേശമുയർത്തി ഹരിതവർണ്ണ വസ്ത്രമണിഞ്ഞ് ഹരിതകർമ്മസേനാംഗങ്ങളും വിളംബര ജാഥയിൽ അണിനിരന്നു. ഓരോ വകുപ്പുകളുടെയും ലക്ഷ്യം വിളിച്ചോതുന്ന പോസ്റ്ററുകളും ഫ്ലോട്ടുകളും വിളംബര ഘോഷയാത്രയിൽ അണിനിരന്നു. വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് വിവിധ കലാരൂപങ്ങൾ അകമ്പടിയേകി. വിളംബര ഘോഷയാത്ര മേളനഗറിൽ എത്തിച്ചേർന്നപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. MLA മാരായ എ. രാജ, വാഴൂർ സോമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരണാംകുന്നേൽ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി IAS, ADM ഷൈജു P. ജേക്കബ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ GS വിനോദ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 9 വർഷക്കാലങ്ങളായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളിലൂടെ ഇടുക്കി കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനം നേടിയെന്നും വികസന ഭൂപടത്തിൽ ഇടുക്കിക്ക് പ്രത്യേക സ്ഥാനമുണ്ട് എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കുറ്റാന്വേഷണ രംഗങ്ങളിൽ അതീവ മികവ് പുലർത്തിയ K9 സ്ക്വാഡിൻ്റെ പ്രത്യേക പ്രദർശനവും മേളയിലുണ്ടായിരുന്നു. മേളയിൽ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ വിപണനത്തിനായും പ്രദർശനത്തിനായും പ്രവർത്തിക്കുന്നത് ഏറെ ആകർഷകമായി. പീരുമേട് ഗ്രാമപഞ്ചായത്തും ഹരിതകർമ്മസേനയും കുടുംബശ്രീ അംഗങ്ങളും വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ദിനേശൻ, CDS ചെയർപേഴ്സൺ ശശികല ശശി എന്നിവരുടെ നേതൃത്വത്തിലാണ് പീരുമേട്ടിലെ സംഘം മേളയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.